ആറ്റുകാൽ ഭക്തി നിർഭരമാണ്. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ബാക്കി നിൽക്കുന്ന. ശ്രീജ, സമയം 9:15 ആയിരിക്കുന്നു. കൃത്യം 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കും. പണ്ടാരടുപ്പിൽ തീ പകരും. അതോടെ ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് തീ പകരും. 1 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകും. നമ്മൾ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന സ്ത്രീകളെ പറ്റി ഇങ്ങനെ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീ ആവുക എന്ന ആഗ്രഹത്തിൽ കാത്തിരുന്ന് അങ്ങനെ ഒരു കാത്തിരിപ്പ് കൂടി ഒരുപാട് വേദനകൾ സഹിച്ചു. അതെ, അങ്ങനെ സ്ത്രീയായി മാറി ഒരു പൊങ്കാല ഇടുമ്പോൾ അതിന്റെ ഒരു നിർവൃതിയും സന്തോഷവും ഒക്കെ വേറെ തന്നെയായിരിക്കും. അങ്ങനെ നമുക്കൊപ്പം കുറച്ചു പേരുണ്ട്. MG രേണുക അവർക്കൊപ്പം ഉണ്ട്. രേണു, അവരുടെ പൊങ്കാല എങ്ങനെയാണ്? അവരെ സംബന്ധിച്ച് ഈ 1 വർഷത്തെ കാത്തിരിപ്പല്ല, ഒരു സ്ത്രീയായി മാറി ഈ പൊങ്കാല അർപ്പിക്കുക എന്നുള്ള വലിയ ആഗ്രഹം കൂടിയാണല്ലോ നടക്കുന്നത്. ഇനി ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് പൊങ്കാല കലങ്ങളിലേക്ക് തീ പകരാൻ ഇനി ബാക്കിയുള്ള സമയം. അപ്പോ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ആളുകൾ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നും സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നും ഒക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാ വിഭാഗക്കാരുടെയും എല്ലാവരുടേതുമാണ് ആറ്റുകാലമ്മ, എല്ലാവരുടേതുമാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ച ലിബർട്ടി ഫൗണ്ടേഷൻ കേരള ട്രാൻസ്ജെൻഡർ ട്രസ്റ്റ് അവർ പൊങ്കാല ഇടുന്ന ഇടത്താണ് നമുക്കുള്ളത്. നമുക്കൊപ്പം ചില ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ ചേരുകയാണ്. അവർ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഇത് എത്രാമത്തെ പൊങ്കാലയാ? 10ാമത്തെ. പേരെന്താ? രഞ്ജിനി പിള്ള. ഞാൻ ലിബർട്ടി ഫൗണ്ടേഷന്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. അപ്പോ ഇവിടെ തന്നെയാണോ എല്ലാ വർഷവും? എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നമുക്ക് പൊതുസമൂഹത്തിൽ നമ്മളും എല്ലാവരെയും പോലെ ജീവിക്കാൻ അർഹതപ്പെട്ടവരാണെന്ന് ഓരോ വർഷവും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ ബോധ്യം അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അത്ഭുതമായിട്ടൊക്കെ നോക്കിക്കൊണ്ടുപോകും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അവർക്കൊപ്പം നമ്മളെയും കാണുന്ന രീതിയിൽ തന്നെ പോകുന്നവർ ഒന്ന് ബ്രേക്ക് പിടിക്കും ഇവിടെ എന്ന് പറയുന്നുണ്ടായിരുന്നു നേരത്തെ. അല്ല, പോകുന്നവർക്ക് ഒന്നാമത്തെ ഒരു ക്യൂരിയോസിറ്റി എന്താണ് ഇവരെന്നുള്ള ഒരു കൂടുതലായിട്ട് അറിവ് അവർക്കില്ല. ഒന്നാമത്. രണ്ടാമത് ഇവർക്കും ഇങ്ങനെ പൊങ്കാല ഇടാൻ പറ്റുമോ എന്നുള്ള ഒരു മിക്കവാറും ഗ്രാമത്തിലുള്ളവരൊക്കെ ആയിരിക്കും ഈ പൊങ്കാല അർപ്പിക്കാനായിട്ട് വരുന്നത് കൂടുതൽ. അപ്പോൾ അവർക്കാണ് കൂടുതൽ വിസിബിൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും, കുറച്ചുകൂടെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിന്ന് ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ട് പോകുന്നത്. കൗതുകത്തോടെ വന്ന് സംസാരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും കൗതുകത്തോടെ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ എന്താണ് ഒരു മെയിലാണോ ഫീമെയിൽ ആണോ അങ്ങനെ ചിന്തിച്ച് ചോദിക്കുന്നൊരു പരസ്പരം അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ കേൾക്കുമ്പോൾ അവരെ വിളിച്ച് നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ട് അവരെ അയക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ കൂടെയാണ് പൊങ്കാല ഞങ്ങൾ ഈ ദേവിയുടെ മുമ്പിൽ. എത്ര വർഷമായിട്ടിരുന്നു? ഞാൻ 10 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ആഗ്രഹ സബലീകരണമൊക്കെയാണോ? പലരും പല ആഗ്രഹ സബലീകരണത്തിനായിട്ടൊക്കെയാണ് ഇടുന്നത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇത്തരത്തിൽ വെയിറ്റ് ചെയ്യുന്ന അമ്മയൊക്കെ പൊങ്കാലിടാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു സ്ത്രീ മനസ്സിൽ നിന്നുകൊണ്ട് ആ സ്ത്രീകളെ പോലെ ആ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ വന്ന് ഞങ്ങൾക്ക് പൊങ്കാലയൊക്കെ അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് സാധിക്കാതെ പോയി. അപ്പോൾ ഇപ്പോൾ മനസ്സിനകത്ത് വേറെ ഒരു ആഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ദേവിയോട് സമർപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു രീതിക്ക് പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് അതിനുള്ള ഒരു നേർച്ചകളൊന്നുമില്ല. ഉള്ളവരുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാര്യം പറഞ്ഞത്, നേർച്ചയൊക്കെ ഉള്ള ഒരുപാട് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. എന്തായാലും നമ്മളിപ്പോ ഒരുപാട് ലൈവ് ചെയ്തു. പക്ഷെ ഇവിടെ ലൈവ് ചെയ്യുമ്പോൾ ഉള്ള പോലെ ഒരു തിരക്കോ ആൾക്കൂട്ടമോ ഒന്നുമില്ല. അപ്പൊ ഇപ്പോഴും ആളുകൾക്ക് കൗതുകം വിട്ടുമാറിയിട്ടില്ല. പക്ഷെ മുൻപൊക്കെ നിങ്ങൾക്ക് പല ദുരനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമില്ലേ? തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ നമുക്ക് ആറ്റുകാലമ്മയുടെ മുമ്പിൽ പൊങ്കാലിടാനുള്ള മറ്റുള്ള ജനങ്ങളെ പോലെ അവരെങ്ങനെയാണോ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് അതുപോലെ നമുക്ക് ഇടാനുള്ള ആ ഒരു അവകാശവും ആ ഒരു ഇതും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എന്താണ് ആഗ്രഹം? ചിലര് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാളെയാണ് നോക്കിയത്. തീർച്ചയായിട്ടും എന്റെ സർജറിയുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇതുവരെയും ഒരു പ്രശ്നമില്ലാതെ ആറ്റുകാലമ്മ. അപ്പൊ 4 വർഷം കൊണ്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വമായിട്ട്. ഇല്ല, ഫുൾ സർജറിയും കഴിഞ്ഞായിരുന്നു. ഒരു ആറ്റുകാലമ്മയുടെ സഹായം കൊണ്ട് ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിൽ എപ്പോഴും അമ്മയുടെ ഒരു അനുഗ്രഹം ഉള്ളതായിട്ട്. എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണെങ്കിൽ സ്വന്തം സ്വത്വം ഇല്ലേ അതിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരുമുണ്ട്. ഇതൊരു
ട്രസ്റ്റ് ആണ്, ലിബർട്ടി ഫൗണ്ടേഷൻ ട്രാൻസ്ജെൻഡർ ട്രസ്റ്റ് ആണ്. അപ്പൊ ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുകയും അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൊങ്കാലയിടുകയും ചെയ്യണം. വയനാട്ടിൽ നിന്നാണ് അല്ലേ? മൂന്നാർ. ഓക്കെ. എങ്ങനെയുണ്ട് അനുഭവം? ആദ്യത്തെ പൊങ്കാലയാണ്. സന്തോഷത്തോടു കൂടി വന്ന് ചെയ്യുന്നതാണ്. എല്ലാരും പറഞ്ഞു കേട്ട് വന്നതാണോ? അല്ല, അമ്മമാര് പറഞ്ഞിട്ടാണ് വന്നത് ചെയ്യണത്. വന്നപ്പോ കേട്ടതുപോലെയാണോ അതോ അതിനപ്പുറമാണോ? അല്ല, അതിലപ്പുറമുള്ളത്. കേട്ടതിനേക്കാൾ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാരും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അതിലും ഭയങ്കര ഹാപ്പിയാണ്. കൂടുതൽ ധൈര്യവും ശക്തിയും ഒക്കെയാണ് അല്ലേ? പ്രത്യേകിച്ച് ആറ്റുകാലമ്മയുടെ സന്നിധിയിലാകുമ്പോ. എവിടെ നിന്നാ വരുന്നേ? എറണാകുളം. ആദ്യത്തെ പൊങ്കാലയാണോ? ആദ്യത്തെ പൊങ്കാല. എന്താ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ഇന്നത്തെ പൊങ്കാല? സർജറിയുടെ സർജറി തന്നെയാണല്ലേ? ഇതിലെനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ആളുകളുടെ ആഗ്രഹം അവരുടെ സർജറി, ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം, അതിന് അമ്മയുടെ അനുഗ്രഹം തേടണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെ നിന്നാ എത്തുന്നേ? മൂന്നാറിന്ന്. നോക്കൂ, പലതരത്തിൽ പല വിധത്തിലൊക്കെ ഒരുങ്ങി എത്തിയവരുണ്ട്. പക്ഷെ ഒരുക്കം അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് എവിടെയാണ്? അത്രമാത്രം സുന്ദരിമാരായിട്ടാണ് ഇവര് ഫ്രെയിമിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. മൂന്നാറിൽ നിന്ന് ആദ്യത്തെ തവണയാണ് എത്തുന്നത്? ആദ്യത്താണ്. നേർച്ചയാണോ? നേർച്ച ഫാമിലിയൊക്കെ കൂടെ ആയിട്ട് വന്നപ്പോ, ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്നപ്പോ എല്ലാവരും വന്നതാ. എന്ന് വന്നു? ഇന്നലെ വന്നു. എന്നാ പോന്നെ? ഇന്ന് തന്നെ പോവോ? ഞങ്ങൾ നാളെ പോകും. എല്ലാ ഒരുക്കവും കഴിഞ്ഞു ഇല്ലേ? ഇനി തീ അങ്ങോട്ട് പടർന്നാ മതി. എവിടെ? മൂന്നാറിൽ തന്നെ. എന്താ സർജറി ഒക്കെ കഴിഞ്ഞിരുന്നോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് തന്നെയാണോ? അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. അമ്മയുടെ മക്കൾ അതാ കൂടുതൽ പേര്. അയ്യോ, എന്റെ ഒരു പരിചയക്കാരിയാണ്. എന്റെ അമ്മയുടെ പരിചയം പുതുക്കിയതാണ്. എന്തായാലും ഞാൻ മോളെ കണ്ടപ്പോ തൊട്ട് ഞാൻ ചോദിക്കണം. കൊല്ലത്തുനിന്നാ വരുന്നേ? മുരുകേട്ടന്റെ മോളാ, ചേച്ചിയുടെ മോളാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് വരെ അറിയാവുന്ന കൊല്ലത്ത് നിന്നെത്തിയ ആളുകളാണ്. അവർ ഈ ട്രാൻസ് ട്രസ്റ്റിന്റെ അംഗങ്ങൾക്കൊപ്പം ഞങ്ങൾ ഭയങ്കര സഹകരണവര്, ഞങ്ങൾ ഭയങ്കര ബഹുമാനം അവരെടുത്ത്. അത്ര ഞങ്ങളെ കൊണ്ടാ വിളക്കെല്ലാം കത്തിക്കുകയൊക്കെ ചെയ്തത്. നല്ല രഞ്ജിനിയാണ്, നല്ല സ്വഭാവം, നല്ല പെരുമാറാൻ നല്ല സ്വഭാവമുള്ള ആൾക്കാർ. അവരെ വേണം നമ്മള് കൂടെ നിർത്താൻ. നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അവരെ സ്നേഹിക്കും തോറും നമുക്ക്. അതാണ് അമ്മയ്ക്ക് എനിക്കത് തന്നെ മോളെ പറയാനുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ഈ സമൂഹത്തിന്റെ ഈ മാറ്റം കാണണം, എത്ര സന്തോഷത്തോടെ ചേർത്ത് നിർത്തുന്നു. അവരും പറഞ്ഞു വളരെയധികം മാറ്റമുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതൊരു കാഴ്ചയായോ മറ്റോ ഒക്കെ കാണുന്നവരുമുണ്ട്. പക്ഷെ അവരിൽ അവയർനെസ് ഉണ്ടാവണം, അവരും മാറണം. അതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചെത്തി. കുറച്ച് പേരൂടെ ഉണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും വലിയ അവർ